എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എള്ളുണ്ട തയ്യാറാക്കാൻ നോക്കാം. എള്ള് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് നമുക്ക് എള്ളുണ്ടയെ സ്വാദിഷ്ടമാക്കാം. എള്ള് കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഗുണങ്ങളിൽ വമ്പനാണ് കേട്ടോ. ഇപ്പോൾ എള്ള് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എള്ളിൽ നല്ലവണ്ണം അഴുക്കുണ്ടാകും കേട്ടോ. അപ്പോൾ ഒരു 3-4 തവണ എന്തായാലും നല്ലവണ്ണം കഴുകിയെടുക്കുക. കഴുകി വരുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റും. എപ്പോഴും എള്ള് വാങ്ങുമ്പോൾ നല്ല കറുത്ത എള്ള് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് എള്ള് സഹായിക്കും. അതുകൊണ്ട് പ്രമേഹ രോഗികളൊക്കെ എപ്പോഴും ഭക്ഷണത്തിൽ എള്ള് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എള്ള് നല്ലവണ്ണം കഴുകി ഞാനിവിടെ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. എള്ള് നമ്മുടെ കരളിനായാലും പല്ലിനായാലും എല്ലിനായാലും വളരെയധികം നല്ലതാണ്. അകാല നരയെ അകറ്റാനും മുടി കൊഴിച്ചിലിനെ തടയാനും എള്ള് കഴിക്കുന്നതാണ് നല്ലത്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും എള്ള് സഹായിക്കും. വെള്ളം വാർന്നു പോയതിന് ശേഷം ഒരു പാത്രത്തിൽ വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ എള്ള് ഇപ്പോഴേ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരാൾ. ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്കൊരു ചെറിയ തീയിലിട്ടിട്ട് പതുക്കെ എള്ള് ചൂടാക്കി എടുക്കണം. എള്ള് പൊട്ടി തുടങ്ങുന്നതാണ് കേട്ടോ അതിൻ്റെ വറവ്. അപ്പോൾ കരിയാതെ സൂക്ഷിക്കുക. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിൽ കുറച്ച് നാളികേരം നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് അവിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. മട്ട അവിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ കുറച്ച് കപ്പലണ്ടി നമുക്ക് ടേസ്റ്റിന് വേണ്ടി ചേർക്കാം. ഇത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ കപ്പലണ്ടി നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ശർക്കര ഒഴിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ എത്രയാണ് എള്ളെടുത്തിട്ട് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ശർക്കര നമുക്ക് മധുരം ചേർക്കാവുന്നതാണ്. ശർക്കരപ്പാനിയിലേക്ക് നമുക്ക് എള്ള് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം അവിൽ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും സ്തനാർബുദത്തെ ചെറുക്കാനും അവിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കൂടാതെ വൈറ്റമിൻസും മിനറൽസും കൊണ്ട് നിറഞ്ഞൊരു ഭക്ഷണം തന്നെയാണ് അവിൽ. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എള്ളുണ്ട വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെയും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെയും വ്യത്യാസം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.